യാത്രയയപ്പിന് വേണ്ടി ഇവിടെ സ്നേഹിതരായിരിക്കുന്ന സ്നേഹിതരെ, സോണിയെ ഞാൻ കാണുന്നതിന് മുമ്പ് സോണിയെ എനിക്ക് പരിചയപ്പെടുത്തിയത് സോണിയുടെ രണ്ട് സ്നേഹിതരാണ്. അദ്ദേഹത്തോടൊപ്പം പൂനെയിൽ പഠിച്ച വാഷിംഗ്ടൺ DC-യിലെ സെയിൻറ്റ് ബർണബാസ് ഓർത്തഡോക്സ് ഇടവകങ്ങളായ സുരേഷ്, സജി, അവരോടൊപ്പം അവരുടെ ഒരു സഹപാഠിയായിരുന്ന സോണി, ഡോക്ടർ സോണിയെക്കുറിച്ച് എന്നോട് പറഞ്ഞു. സാറിന് അവരുടെ സ്നേഹിതനാണ്, അടുത്ത സ്നേഹിതനാണ്. അവരെത്രമാത്രം ആഴമായ സ്നേഹം പങ്കിട്ടവരാണ്. കലാലയ ജീവിതത്തിൽ തുടർന്നു. സ്നേഹിതര് സുരേഷും സജിയും ബർണബാസ് ഇടവകയിലെ സജീവ പ്രവർത്തകരാണ്. അല്പം കഴിഞ്ഞപ്പോഴാണ് ഞാൻ സോണിയെക്കുറിച്ച് കേട്ടത്. ഗ്രേറ്റർ വാഷിംഗ്ടൺ മർത്തോമ ചർച്ചിലെ സജീവമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു സോണി. ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു എന്ന് വിലപിക്കുമ്പോൾ നല്ല സ്നേഹിതന്മാർ ഇല്ലാതെ പോകുന്നു എന്ന ദുഃഖമാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നത്. എത്രമാത്രം ഒരു സ്നേഹിതനെ കുറിച്ച് അയവിറക്കാനായിട്ട് കഴിയും. നല്ല സംഘാടകൻ, ഉത്തമ സുഹൃത്ത്, എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുന്ന കാര്യത്തിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ആ സുഹൃത്ത് ബന്ധം സൂക്ഷിക്കുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധാലുവായിരുന്നു സോണി. ഏതാണ്ട് വർഷത്തിന് മുമ്പ് അദ്ദേഹം വാഷിംഗ്ടൺ DC സന്ദർശിച്ചു കൊടുക്കുക എൻ്റെ ഭവനത്തിന് മുമ്പ്. അവിടെ വന്നപ്പോഴാണ് രണ്ടാമതൊരു തിരിച്ചറിവ് എനിക്ക് കിട്ടുന്നത്. ഞാൻ കേട്ട സോണി എന്ന് പറയുന്നത് എൻ്റെ അയൽവാസിയായ സോണിയാണ്. ചേപ്പാട് മർത്തോമ ഇടവകമാണ് സോണിയുടെ കുടുംബം. എൻ്റെ തൊട്ട് അയൽപക്കത്ത് താമസിക്കുന്ന ആളാണ്. തങ്കച്ചാനും കുടുംബവും ഇന്നിവിടെ ഉണ്ട്. സോണിയുടെ പിതാവും മാതാവും സഹോദരി ഇവിടെ ഉണ്ട്. ഗ്രേറ്റർ വാഷിംഗ്ടൺ മർത്തോമ എൻ്റെ സഹോദരൻ തോമസ് അലക്സാണ്ടർ, ബിവി, അവരും ഇന്നിവിടെ ഉണ്ട്. ധാരാളം സുഹൃത്തുക്കൾ ഇന്ന് ഈ യാത്രയിലൂടെ എത്തിയിട്ടുണ്ട്. ചേപ്പാട് മർത്തോമ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും അങ്ങേയറ്റം സജീവമായ പങ്കാളിത്തം കൊടുക്കുന്ന ഒരു കുടുംബമാണ് തങ്കച്ചാൻ്റെ കുടുംബം. ഈ അടുത്തിടെ ചേപ്പാട് സന്ദർശിച്ച കൂട്ടത്തിൽ തങ്കച്ചാനും അമ്മാമിയും അവർ പ്രയർ മീറ്റിങ്ങിലും പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും 1-2 ദിവസങ്ങൾ ചേപ്പാടുള്ള അവസരങ്ങളെല്ലാം സജീവമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. ചേപ്പാട് YMCA പ്രവർത്തനങ്ങൾ, ചേപ്പാടുള്ള എല്ലാ ആധ്യാത്മിക പ്രവർത്തനങ്ങളിലും വളരെ നല്ല പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു കുടുംബമാണ്. സോണിയുടെ പെട്ടെന്നുള്ള അപകട വാർത്ത കേട്ടപ്പോൾ ഇവിടെയൊക്കെ മനസ്സിലൂടെയെത്തി ദൈവത്തിൻ്റെ കരുണ പറ്റിപ്പോയോ എന്നുള്ളതാണല്ലേ. പെട്ടെന്നൊരു ജീവിതത്തിൻ്റെ നല്ല പ്രായം 50 വയസ്സ് പെട്ടെന്ന് എടുക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ദൈവത്തിൻ്റെ കരുണ പറ്റിപ്പോയോ. പരിശുദ്ധനായ പൗലോസ് തന്റെ പ്രിയ സ്നേഹിതനായ ഒനേസിഫോറസിനെ കുറിച്ച് തീമോഥെയോസിന് ഓർമ്മപ്പെടുത്ത ഒരു പ്രാർത്ഥനയുണ്ട്. ഒനേസിഫോറസിന്റെ നിര്യാണത്തിന് ശേഷം പൗലോസിന്റെ പ്രാർത്ഥനയാണ്, ന്യായവിധിയുടെ നാളിൽ ദൈവത്തിന്റെ കരുണ അവന്റെ മേൽ സമൃദ്ധിയായിട്ടുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പടത്തിന് മുകളിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർപെടുത്തുന്നത് എന്ത്? ആർക്കെന്നെ വേർപെടുത്താനായിട്ട് കഴിയും? ഇതൊരു നല്ല സ്നേഹിതന്റെ സന്ദേശമാണ്. സോണി പങ്കിട്ടിട്ടുള്ള ഉത്തമമായ സ്നേഹാനുഭവങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. മരണത്തിന് ഈ സ്നേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് ആരെയും മാറ്റി നിർത്താനായിട്ട് കഴിയില്ല. ദൈവത്തിന്റെ കൃപയും കരുണയും സമൃദ്ധിയായിട്ടുണ്ടാകുന്നത് നമ്മുടെയൊക്കെ ഉത്തമമായ വിശ്വാസമാണ്. ജനനമെന്ന് പറയുന്ന ഒരു രഹസ്യമാണ്, മരണവും രഹസ്യമാണ്, നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്. പക്ഷെ നിത്യജീവനെ കുറിച്ചുള്ള ബോധ്യം വരുമ്പോഴേ 50 വയസ്സെന്ന് പറയുന്ന ഒന്നുമില്ല. എത്രയോ ഓരോ ശിശുവും ജനിക്കുന്നത് ക്രിസ്തുവിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. മരണം കൊണ്ട് ആ രൂപമോ സാദൃശ്യമോ നഷ്ടപ്പെടുന്നില്ല. മരണാനന്തര ജീവിതത്തിലും വളരെ ശ്രദ്ധയോടെ തൻ്റെ ജോലി നിർവഹിച്ച
സജീവമായി തൻ്റെ അധ്വാനങ്ങളിൽ വ്യാപൃതനായിരുന്ന സോണിയെ സംബന്ധിച്ചിടത്തോളം തുടർന്നുള്ള ജീവിതത്തിലും ദൈവരാജ്യ അനുഭവത്തിലും തൻ്റെ നിത്യജീവനിലേക്കുള്ള യാത്രയിലും മുഴുവൻ സമയവും സജീവതയോടെ പങ്കാളിത്തം കൊടുക്കുന്നതിന് യാതൊരു സംശയവുമില്ല. സോണിയുടെ പ്രാർത്ഥന, തുടർന്നുള്ള ആത്മീയ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ തിരക്കുള്ള ദൈവത്തോടു കൂടിയുള്ള യാത്രാനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ പാദസ്പർശമുണ്ടായ എല്ലാ ഇടവുകൾക്കും ആത്മീയ അനുഗ്രഹം ഉണ്ടാകും. എല്ലാ സുഹൃത്തുക്കൾക്കും ആത്മബലം കൊടുക്കും. ഈ ഭൂമിയിലെ ജീവിതം നൈമനുഷികമാണ്. ഇവിടെ വിട്ടുപോകുമ്പോൾ വളരെ പുഞ്ചിരിയോടെ കടന്നുപോയ സോണിയുടെ ഓർമ്മ നമുക്ക് ബലമാകട്ടെ. വൈരാഗ്യമില്ലാതെ, വാശിയില്ലാതെ, സ്പർദ്ധയില്ലാതെ, പകയില്ലാതെ, സ്നേഹം മാത്രം നൽകി ഇവിടെ വിട്ടുപോകുവാൻ നമുക്കൊക്കെ ഇടയാകട്ടെ. പ്രിയ സോണിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. നിത്യതയിൽ സ്വർഗോന്നതങ്ങളിൽ മാലാഹമാരോടൊപ്പം ചേർന്ന് നിത്യവിശ്രമം പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംഗതിയാകുന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ചൊല്ലുന്നു. Time of viewing, I'll ask the choir to sing a song. The ushers will come.